ബോഗൺവില്ല ചെടികൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ട്? നിറയെ പൂത്തുലഞ്ഞി ഇല കാണാതെ പൂക്കുന്ന ബോഗൺവില്ലകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വാങ്ങിച്ചു വെക്കാൻ നമുക്ക് തോന്നും. പലപ്പോഴും പലരുടെയും കയ്യിലുള്ള ബോഗൺവില്ല കളക്ഷനുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബോധം പോകും. അത്രയും വെറൈറ്റികളും അത്രയും നിറങ്ങളൊക്കെയാണ് പലരുടെയും കയ്യിലുള്ളത്. ഇന്നും ഒരുപാട് പേര് ബോഗൺവില്ലകൾ മാത്രം വെച്ചുപിടിപ്പിക്കാൻ ഇഷ്ടപ്പെടുകയും ബോഗൺവില്ലയ്ക്കായിട്ട് ഒരു പൂന്തോട്ടം തന്നെ ഒരുക്കി വെച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒത്തിരി പേര് നമുക്കിടയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ബോഗൺവില്ലയിൽ എങ്ങനെ ഇല കാണാതെ നിറയെ പൂക്കളെ കൊണ്ട് നിറയ്ക്കാമെന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആണ് ബോഗൺവില്ലകൾ വളർത്താൻ, ഇതിലും സിമ്പിൾ ആണ് ബോഗൺവില്ലയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഏറെ ആഗ്രഹിച്ച എന്നാൽ ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി ബോഗൺവില്ലകൾ ഉണ്ടെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യുക. പലരുടെയും കയ്യിൽ 50ഉം 60ഉം വെറൈറ്റി ബോഗൺവില്ലകളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ 1ഓ 2ഓ വെറൈറ്റി ഉള്ളെങ്കിൽ പോലും അത് ഏത് കളറാണെന്ന് കൂടി താഴെ നിന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കൂടി അതറിയാൻ പറ്റും. ബോഗൺവില്ലകൾ ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ നമുക്ക് 2 തവണയായിട്ടാണ് അതിന്റെ ഒരു പരിചരണം എന്ന് പറയാം. നോർമലി നമ്മൾ ജനുവരി മുതൽ ഡിസംബർ വരെ അതിനുവേണ്ടി നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ എപ്പോഴാണെന്ന് പലർക്കും ശരിക്കും അറിയില്ല. നമ്മുടെ മഴക്കാലമൊക്കെ ആവുന്ന സമയത്താണ് ശരിക്കും ബോഗൺവില്ലകൾ നന്നായിട്ട് വെട്ടി ഒതുക്കി കൊടുക്കാറ്. ജൂൺ ജൂലൈ ഒക്കെ വരുന്ന സമയങ്ങളിൽ ബോഗൺവില്ല ചെടികൾ നന്നായിട്ട് വളരാൻ ഇഷ്ടപ്പെടും. ആ സമയത്ത് നന്നായിട്ട് വളർന്നു കഴിഞ്ഞ ബോഗൺവില്ലകൾ നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് വെട്ടി ഒതുക്കി ചെറുതാക്കി എടുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ വെട്ടി ഒതുക്കി ചെറുതാക്കി എടുത്ത ബോഗൺവില്ല ചെടികൾക്ക് വീണ്ടും കുറച്ച് NPK വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടാവും. അപ്പൊ ആ NPK വളങ്ങളെല്ലാം കൊടുത്ത് വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന ബോഗൺവില്ല ചെടികൾ ഇനി പൂക്കാൻ ഒരുങ്ങേണ്ട സമയമാണ്. അപ്പൊ ഈ ഒരു സമയം ഡിസംബറിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഗൺവില്ല ചെടികൾ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ പൂക്കൾ കൊണ്ട് നിറയും. ശരിക്കും കഴിഞ്ഞാൽ പൂക്കൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ചെടിയിൽ ഇല തീരെ കാണില്ല. പൂക്കൾ വിരിഞ്ഞു വരേണ്ട ഒരു സമയമാകുമ്പോൾ ബോഗൺവില്ല ചെടികൾ പൊതുവെ ഇലകളുടെ എണ്ണവും കുറവായിരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ബോഗൺവില്ല ചെടികൾക്ക് നന്നായിട്ട് വളം ചെയ്യേണ്ട സമയമാണ്. അതിന് എന്തൊക്കെ വളങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ബോഗൺവില്ല ചെടികൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടായിരിക്കും. പുളിപ്പിച്ച വളങ്ങള്, അതുപോലെ തന്നെ ചാണകവെള്ളം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ബോഗൺവില്ല ചെടികൾക്കും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇനി അതൊന്നും കൊടുക്കരുത്. കാരണം ബോഗൺവില്ല ചെടികൾക്ക് ഇനി പൂക്കാൻ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളും വളങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് DAP എന്ന് പറഞ്ഞിട്ടുള്ള വളം നമുക്ക് ഏകദേശം ഒരു 10 തരി അല്ലെങ്കിൽ 8 മുതൽ 10 മണികളായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ചട്ടിയിൽ. അതിനുശേഷം നമുക്കൊരു പഴത്തൊലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിന്റെ ചോട്ടിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് പൊട്ടാഷ് ആണ്. പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളം വിൽക്കുന്ന കടയിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷ് വളം നമുക്ക് കിട്ടും. ചുവന്ന നിറത്തിലും വെള്ള നിറത്തിലും 2 ടൈപ്പ് ഉണ്ട്. ഇത് നമ്മൾ വെള്ള നിറത്തിലുള്ള പൊട്ടാഷാണ് നമുക്ക് വേണ്ടത്. ഈ വെള്ള നിറത്തിലുള്ള പൊട്ടാഷ് നമ്മൾ കൊണ്ടുവന്നിട്ട് അത് പാക്കറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അത് കൊണ്ടുവന്നിട്ട് ഏകദേശം 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. DAP മണ്ണിലിട്ട് കൊടുക്കുക. ഈ പൊട്ടാഷ് നമ്മൾ സ്പ്രേയും ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം 15 ദിവസം കൂടുമ്പോൾ ഇത് ആവർത്തിക്കുക. അപ്പൊ നമ്മൾ ഈ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി ആവുമ്പോഴേക്കും നമ്മുടെ ചെടിയിൽ പൂക്കൾ വന്ന് തുടങ്ങും. നിറയെ പൂക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് അത് പൂക്കൾ വരുന്നത് പിടിച്ചു നിർത്താൻ തന്നെ പറ്റില്ല. അത്രയും നിറയെ പൂക്കൾ നിറഞ്ഞ് നമ്മുടെ ബോഗൺവില്ല ചെടി ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവരും ഒരുമിച്ച് അത്ഭുതപ്പെടും. അത്രയും നിറയെ പൂക്കാൻ വേണ്ടി ഈ 2 സിമ്പിൾ വളങ്ങൾ മതി. പൊട്ടാഷ് വാങ്ങിക്കുമ്പോൾ വൈറ്റ് പൗഡർ ആയിട്ടുള്ള പൊട്ടാഷ് വാങ്ങിക്കുക. റെഡ് കളറിൽ പൊട്ടാഷ് കിട്ടും. അത് മണ്ണ് ഇട്ട് കൊടുക്കേണ്ട പൊട്ടാഷാണ്. അപ്പൊ അത് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് കൊടുക്കേണ്ടത് ഫോളിയർ ആയിട്ട് കൊടുക്കേണ്ട പൊട്ടാഷാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ ബോഗൺവില്ല ചെടിക്ക് നല്ല രീതിയിൽ വളങ്ങൾ ചെയ്ത് ഒന്ന് പരിചരിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടി നല്ല അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൃഷി ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.